മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ കവർ ലെറ്ററിനാണ് എനിക്ക് ഒന്നും കൂടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ആയത്. സോ കവർ ലെറ്റർ കാണുമ്പോൾ അവർക്ക് നമ്മളെ പറ്റി നല്ലൊരു ഇമ്പ്രഷൻ വരണം. അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ റെസ്യൂം ഒക്കെ നോക്കുന്നത്. ന്യൂസിലാൻഡിൽ വരിക, ന്യൂസിലാൻഡിൽ APC എടുക്കുക, അന്നത്തെ ദിവസം തന്നെ അപ്ലൈ രജിസ്ട്രേഷൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഓസ്ട്രേലിയയുടെയും കൂടെ രജിസ്ട്രേഷനാണ്. നിങ്ങൾ ഫ്രീസിങ് എന്ന് പറയുന്നത് കുറേ ദിവസം അധിക സമയമൊന്നും അവർ ഫ്രീസാക്കി വെക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് റിലീസാക്കും. ഫോർ എക്സാമ്പിൾ, പിന്നെ എല്ലാ നഴ്സുമാരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും അവരുടേതായ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ദൈവം ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്തെങ്കിലും വഴി കാണിക്കും. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. പ്രിയാങ്ക ഫ്രം ന്യൂസിലാൻഡ് വക്കറ്റാനി. അപ്പം ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ന്യൂസിലാൻഡിൽ ജോബിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസാണ് വന്നത്. എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയെന്ന് ഇട്ടപ്പം. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ആക്കിയപ്പം ആ കൂട്ടത്തിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റെസ്യൂം ഉണ്ടാക്കിയത് ചേച്ചി, എങ്ങനെയാണ് കവർ ലെറ്റർ ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ അതിനെല്ലാത്തിനും ആദരിച്ചിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണ് എൻ്റെ കവർ ലെറ്റർ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന ഒരു കവർ ലെറ്റർ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് all the notification regarding my videos and new updates regarding New Zealand. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ വെറും റെസ്യൂം മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ന്യൂസിലാൻഡിൽ കവർ ലെറ്ററാണ് മെയിൻ റോൾ എടുക്കുന്നത്. സോ കവർ ലെറ്റർ ഏറ്റവും നന്നായിട്ട് നമ്മളുടെ റിക്രൂട്ടർക്ക് നല്ല ഇംപ്രസ് ആവുന്നത് പോലെ ആയിരിക്കണം നമ്മളെപ്പോഴും കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ. സോ എൻ്റെ ഒരു കവർ ലെറ്റർ എന്ന് പറയുന്നത് ഒരു 1 പേജ് കവർ ലെറ്റർ ആയിരുന്നു. അതിനകത്ത് ഞാൻ എൻ്റെ ലൈക്ക് കവർ ലെറ്റർ എന്ന് പറയുന്നത് ഞങ്ങളെ തന്നെ സെയിൽ ചെയ്യുവാണ്. ഞാൻ ഇത്രയും കെപ്പബിളാണ്, ഞാൻ ഇതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, ഇതൊക്കെ ക്വാളിറ്റീസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് ടാസ്ക് വന്നാലും ഞാൻ നേരിടും, അങ്ങനെയൊക്കെ നമ്മൾ ഷോ കാണിച്ചുകൊണ്ടുള്ള അങ്ങനത്തെയൊക്കെ ഡിസ്പ്ലേ വേണം നമ്മൾ നമ്മുടെ കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാൻ. സോ ഞാൻ കവർ ലെറ്റർ എഴുതിയായിരുന്നു. ഒന്ന് റെസ്റ്റ് ഹോമിലേക്ക് വേണ്ടിയിട്ട്, ഇനി ഒരെണ്ണം ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട്, പിന്നെ ഇനി ഒരെണ്ണം മെൻ്റൽ ഹെൽത്ത്, അതാണല്ലോ കൂടുതൽ. അപ്പം ഈ ഇടയ്ക്ക് റീസെൻ്റായിട്ട് DHBയിലെല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുപാട് പേർക്ക് കോൾഫർ ആയിക്കൊണ്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് അവർ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ വേറെ ഓരോടത്തും നമ്മളെ എടുക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ട്രൈ ചെയ്തായിരുന്നു. സോ ഞാൻ ചെയ്ത കവർ ലെറ്റർ എന്ന് പറയുന്നത് 3 ഫീൽഡിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, റെസ്റ്റ് ഹോമും ഹോസ്പിറ്റലും പിന്നെ മെൻ്റൽ ഹെൽത്തിന് ബേസ് ആക്കിയിട്ടുള്ള ഒരു കവർ ലെറ്ററായിരുന്നു ഞാൻ ചെയ്തത്. ആദ്യമേ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൾഡ് ഏജ് കെയർ ഹോം, റെസ്റ്റ് ഹോം അങ്ങനെയൊക്കെ വരില്ലേ, അവിടത്തേക്ക് പ്രിപ്പയർ ആയ ഒരു കവർ ലെറ്ററിനെ പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ ഞാൻ ആദ്യമേ ചെയ്യാം. ആദ്യം എൻ്റെ കവർ ലെറ്റർ എന്ന് പറയുന്നത് 1 പേജ് കവർ ലെറ്ററാണ്. ഈ 1 പേജ് കവർ ലെറ്ററിൽ ഫസ്റ്റിൽ എൻ്റെ പേര് ഞാൻ എഴുതി, പ്രിയാങ്ക അലക്സാണ്ടർ എന്ന് പറയുന്ന പേര്. അത് കഴിഞ്ഞിട്ട് താഴെ രജിസ്റ്റർ നഴ്സ് ഏത് വാർഡാണ്, ഓക്കെ, ഫസ്റ്റ് പേര് എഴുതി മെയിനിൽ, താഴെ രജിസ്റ്റർ നഴ്സ് ഏത് വാർഡിലാണ്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ APC കിട്ടിയതാണോ ഇല്ലയോ, അത് വെയിറ്റിംഗ് ആണോ, അതൊന്ന് എഴുതുക. അപ്പോൾ എൻ്റെ ഇതിനകത്ത് എഴുതി രജിസ്റ്റർ നഴ്സ് ജനറൽ മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡ് ആൻഡ് കോവിഡ് വാർഡ്, പിന്നെ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ട് APC കിട്ടിയ ആളായിരുന്നു, അതുകൊണ്ട് APC എന്ന് ഇട്ടു. അപ്പം ഇവിടെ മെഡിക്കൽ വാർഡ് വേറെയാണ്, സർജിക്കൽ വാർഡ് വേറെയാണ്, രണ്ടും 2 വാർഡായിട്ടാണ് വേർതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കലിൽ ഇടുമ്പോൾ നമ്മൾ മെഡിക്കലിൽ കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്യൂം ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ സർജിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് വേക്കൻസി കാണിക്കുവാണെങ്കിൽ സർജിക്കൽ വാർഡ് എന്ന്, മെഡിക്കൽ വാർഡ് അങ്ങനെ കാണിക്കുള്ളൂ. അപ്പം ഇത് രണ്ടിനകത്തോട്ട് നമുക്ക് രണ്ട് വേറെ കവർ ലെറ്റർ ഇടാൻ പറ്റും. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോഴും മെഡിക്കൽ വാർഡെന്നും സർജിക്കൽ വാർഡിനെ ഹൈലൈറ്റ് ആക്കിക്കൊണ്ട്, ലൈക്ക് ഏത് ഫീൽഡാണ് പൊസിഷൻ വന്നിരിക്കുന്നത് ആ പൊസിഷന്
കൂടുതൽ നമ്മൾ ഡിസ്പ്ലേ ലൈക്ക് അത് നല്ലപോലെ അത് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത് പോലെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കവർ ലെറ്ററും, മെഡിക്കലാണെങ്കിൽ മെഡിക്കലിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞു പേരെഴുതി, അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ നഴ്സ് ഏത് വാർഡാണെന്ന് എഴുതി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഞങ്ങൾ കറൻ്റ്ലി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അത് നമ്മൾ അവിടെ എഴുതിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനാണ് ഡിയർ സർ ഓർ മാഡം. അത് നമ്മൾ എങ്ങനെയാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എഴുതുക. സർ ഓർ മാഡം എന്നോ ഇല്ലെങ്കിൽ റിക്രൂട്ടർ മാനേജർ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ഒരു ലൈനിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, എന്താണ് പേര് അത്, ഫോർ ദ സെഡ് പൊസിഷൻ അറ്റ് യുവർ എസ്റ്റീംഡ് ഓർഗനൈസേഷൻ, ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ഓൾസോ എൻക്ലോസ്ഡ് മൈ റെസ്യൂം അലോങ് വിത്ത് ദിസ് കവർ ലെറ്റർ ടു ഗീവ് യു മോർ ഇൻഫർമേഷൻ ഓൺ മൈ ബാക്ക്ഗ്രൗണ്ട്. ഇതാണെന്ന് എൻ്റെ ആദ്യത്തെ ഒരു സെൻറ്റൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴത്തേനകത്ത് എഴുതിയത്, ഇതിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് കെയർ ഹോമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കവർ ലെറ്ററാണ് ഇത്. പിന്നെ അടുത്ത സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നത് ഐ ആം എ കോമ്പിറ്റൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫുൾ ടൈം രജിസ്റ്റേർഡ് നേഴ്സ് വിത്ത് ഓവർ, എത്ര ഇയറാണ് എക്സ്പീരിയൻസ് ഉണ്ട് അത്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പ്രൊവൈഡിങ് നഴ്സിംഗ് കെയർ ടു ദ പേഷ്യൻസ് ഇൻ മെഡിക്കൽ സർജിക്കൽ വാർഡ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് വാർഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് അത് എഴുതുക. എന്താ വാർഡ് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് meets responsibility in patient safety, medication safety and adopt in offering personalized care, full stop. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എഴുതി കഴിയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലുക്കിംഗ് ടു ഒബ്റ്റൈൻ എ പൊസിഷൻ ആസ് എ പ്രൊഫഷണൽ നേഴ്സ് എൻഷ്യൂറിംഗ് ക്വാളിറ്റി പേഷ്യൻറ്റ് കെയർ, കൊമ കൊടുത്തിട്ട് യൂട്ടിലൈസിങ് മൈ അസസ്മെൻറ്റ്, critical thinking, and therapeutic communication skills, while working within the nursing code of ethics, full stop. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് പെർസ്യൂഡ് എ ബാച്ചിലർ ഓഫ് നഴ്സിംഗ്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് അത് അവിടെ എഴുതുക. ഓക്കെ, ഐ ഹാവ് പെർസ്യൂഡ് എ ഡാഷ്. അത് കഴിഞ്ഞിട്ട് ആൻഡ് പൊസസ്ഡ് സർട്ടിഫിക്കേഷൻ CAP ആൻഡ് APC. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഏത് വാർഡിലാണ് പഠിച്ചിരിക്കുന്നത്, ഏത് വാർഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, പിന്നെ എത്ര ഇയറാണ് എക്സ്പീരിയൻസ് എനിക്കുള്ളത്, പിന്നെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, പിന്നെ എന്തൊക്കെ കപ്പാസിറ്റി, ഞാൻ എന്തിനൊക്കെ കപ്പബിളാണ്, പിന്നെ വരുന്നത് ഞാൻ എന്താണ് പഠിച്ചിരിക്കുന്നത്, പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ എനിക്ക് ഉണ്ട്. ഇതൊക്കെയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ മെൻഷൻ ആക്കിയത്. അത് കഴിഞ്ഞിട്ട് തേർഡ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് possess excellent communication skill and patient management skills and experience working enclosed with healthcare professionals to assess and treat complex conditions, full stop. അത് കഴിഞ്ഞിട്ട് an enthusiastic team player attentive to patients needs with tremendous clinical assessment skills, prized by supervisor for strong working relationship, ensuring quality patient medication safety and care, implementing evidence-based interventions for diverse patient population. ഇതാണ് എൻ്റെ സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്, പിന്നെ ഒരുപാട് ക്ലോസ് ആയിട്ട് ഞാൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ബെറ്റർ ഗുഡ് ഒപ്റ്റിമൽ ഹെൽത്ത് കെയർ വരാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ. പിന്നെ ഇതല്ലാണ്ട് എനിക്ക് ഇത് പാസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതല്ലാണ്ട് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസറിൽ നിന്ന് ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നല്ല കമൻറ്റ്സ് എനിക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾവേസ് മേക്ക് ഷുവർ പേഷ്യൻ്റ് സേഫ്റ്റി, ലൈക്ക് മെഡിക്കേഷൻ സേഫ്റ്റി, കെയർ, അങ്ങനെ
അതൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസിനകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മൈ ഹാൻഡ്സ് ഓൺ. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും ചേഞ്ച് ആക്കി എഴുതുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അത് എല്ലാ കവർ ലെറ്ററിനകത്ത് കോമൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൈനിൽ നിന്നാണ് ഞാൻ മാറ്റി എഴുതുന്നത്. നെക്സ്റ്റ് ലൈനാണ് മൈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻക്ലൂഡ്സ് ജെന്യൂൻ കെയർ ഫോർ ദ വെൽ ബീയിങ് ഓഫ് എൽഡർ റെസിഡൻസ്, adaptability to changing needs of residents, addressing their unique medical and emotional needs, full stop, skilled in dealing with elderly resident care, comma, hoist usage, comma, med-map, comma, falls prevention and assessment, comma, emergency call bell attending, comma, aware of maintaining therapeutic relationship with resident, comma, family and multidisciplinary team, full stop. ഇതാണ് ഞാൻ പൊതുവെ എല്ലാ കവർ ലെറ്ററിനകത്ത് മാറ്റി എഴുതുന്നത്. ഇതിപ്പം നമ്മുടെ ഏജ് കെയർ, റെസിഡൻറ്റ് കെയർ അങ്ങനെയൊക്കെ ഉള്ള ഒരു കവർ ലെറ്ററിനകത്ത് ഈ ഒരു സെൻറ്റൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊരു ജെന്യൂൻ കെയർ ആണ് കൊടുക്കുന്നത് എപ്പോഴും ചെയ്യുമ്പോൾ. പിന്നെ പേഷ്യൻസിൻ്റെ ഇമോഷണൽസ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെ തന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ആക്കുകയാണ്. നമ്മൾ ഇതിനൊക്കെ കപ്പാബിൾ ആണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം നമ്മൾ തന്നെ അങ്ങോട്ട് നല്ലപോലെ ബൂസ്റ്റ് ആക്കുകയാണ് നമ്മുടെ ഈ കവർ ലെറ്ററിൽ. പിന്നെ അതല്ലാണ്ട് ഞങ്ങൾ ഓൾറെഡി ക്യാപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഇവിടെ ക്യാപ്പ് ചെയ്യുമ്പം നമ്മൾ ഹോയിസ്റ്റ് യൂസേജ് എങ്ങനെയാണെന്ന് നമുക്ക് അവെയറാണ്, അതെല്ലാം പറ്റി നമുക്ക് അറിവുണ്ട്. അതാണ് നമ്മുടെ കവർ ലെറ്ററിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്കിൽഡ് ഇൻ ഡീലിംഗ് വിത്ത് എൽഡർലി റെസിഡൻറ്റ് കെയർ. അപ്പം നമ്മൾ ഓൾറെഡി ക്യാപ്പ് ചെയ്യുമ്പം റെസിഡൻറ്റ് കെയർ ആയിട്ട് റെസിഡൻസിനുമായിട്ട് നല്ല ഒരു കെയറിൻ്റെ നമുക്ക് അതറിയാം, അതിനെപ്പറ്റി നമ്മൾ അപ്ഡേറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റ് യൂസേജ് അത് നമുക്കറിയാം. പിന്നെ മെഡ് മാപ്പ് നമുക്ക് ചെയ്യാൻ കോഹർട്ട് ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു. പക്ഷേ പൊതുവേ നോർമലായിട്ടുള്ള ക്യാപ്പ് ചെയ്യുന്ന പിള്ളേർക്ക് മെഡ് മാപ്പ് കൊടുക്കും. സോ അതിനെപ്പറ്റിയും മെഡ് മാപ്പ് അവെയർ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ കാണുന്നത്. പിന്നെ ഫോൾ പ്രിവെൻഷൻ, പിന്നെ അസസ്മെൻറ്റ്, എമർജൻസി കോൾ ബെൽ അറ്റൻഡിങ്, പിന്നെ അവെയർ ഓഫ് തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് റെസിഡൻറ്റ് ആൻഡ് ഫാമിലീസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി ടീം. ഇത്രയും ഈ ഒരു സെൻറ്റൻസാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. ലൈക്ക് ഇത് നമ്മൾ മാറ്റി എഴുതുന്നതായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് വരുന്നു. അടുത്ത പാരഗ്രാഫ് എങ്ങനെയെന്ന് പറഞ്ഞാൽ committed to helping patient in managing pain and injuries and skillful in monitoring results and prescribing exercises for long term health, full stop. അത് കഴിഞ്ഞിട്ട് reliable professional well versed in collaborating with practitioners for adhering to treatment instructions. അത് നമ്മൾ എന്തൊക്കെ കമ്മിറ്റഡ്, ലൈക്ക് നമ്മൾ പെയിൻ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാനറിയാം. പിന്നെ സ്കിൽഫുള്ളാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ അവർക്ക് എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അവരെ ഫോളോ ചെയ്യിപ്പിക്കും ഫോർ ദ ലോങ് ടേം കെയർ. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ബൂസ്റ്റിംഗ് വേർഡ്സാണ് അടുത്ത പാരഗ്രാഫിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഐ ബിലീവ് ഓൾ ദിസ് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് എക്സ്പെർട്ടീസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് ഹെൽപ്പ് മീ ഗീവ് ഗുഡ് റിസൾട്ട് to the job responsibility. പിന്നെ looking for a suitable position with a reputable organization like your, wherein I can apply my experience for the betterment of the facility, comma, which will also result in my professional advancement, full stop. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ്. പ്ലീസ് ഫൈൻഡ് മൈ റെസ്യൂം അറ്റാച്ച്ഡ്, comma, I welcome you to go through my profile to know more about my experience, qualification and expertise, full stop. അത് കഴിഞ്ഞിട്ട് thank you for taking the time to review my resume, full stop. I look forward to talking with you, full stop. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് താഴെ സിൻസിയർലി, പിന്നെ നിങ്ങളുടെ പേര്. ഇതാണ് എൻ്റെ കവർ ലെറ്റർ ഫോർ ഏജ്ഡ് കെയർ, റെസിഡൻറ്റ് കെയർ. ഇതാണ് ഇത്. അപ്പം പൊതുവേ എൻ്റെ എല്ലാം കവർ ലെറ്റർ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരു സെൻറ്റൻസ് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു
മൈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ജെന്യൂൻ കെയർ. അവിടെ നിന്നുള്ള ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ പൊതുവെ മാറ്റുന്നത്. ഇവിടെ ഇപ്പോൾ ഏജ്ഡ് കെയർ ആയിരുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഇതിനകത്ത് ഇട്ടു. ഇതിനകത്ത് ഞാൻ മെഡ് മാപ്പിനെ പറ്റി അറിയാം, ഫോൾ പ്രിവെൻഷൻ ആൻഡ് അസസ്മെൻറ്റിനെ പറ്റി അറിയാം, പിന്നെ എമർജൻസി കോൾ ബെൽ, ഇങ്ങനെ ലൈക്ക് നമ്മൾ ക്യാപ്പ് ചെയ്യുമ്പോൾ ഒരു കെയർ ഹോമിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതും മൊത്തത്തിലുമല്ല, ചെറിയൊരു അതൊക്കെ നമുക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലൈൻ ഇടുന്നത് നല്ലതായിരിക്കും. സോ ഇതാണ് എൻ്റെ കെയർ ഹോമിന് വേണ്ടിയിട്ടുള്ള കവർ ലെറ്റർ. ഓക്കെ, സോ ഇനി അടുത്തത്, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കവർ ലെറ്റർ ഫോർ മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഞാൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഇതിനകത്ത് നമ്മൾ നോർമൽ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ പേര് എഴുതുന്നു, താഴെ രജിസ്റ്റർ നഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് എഴുതുന്നു, APC കിട്ടിയതാണെങ്കിൽ APC എന്ന് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൺ നമ്പർ എഴുതുന്നു, ഇമെയിൽ അഡ്രസ്സ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേ ചെയ്യുന്ന അഡ്രസ്സ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് സെയിം എന്താണ് ഡിയർ റിക്രൂട്ട്മെൻറ്റ് മാനേജറോ സാറോ അങ്ങനെ എഴുതുക. അതിൻ്റെ താഴെ എഴുതുന്നത് ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് പ്രിയാങ്ക, നിങ്ങളുടെ പേര് എഴുതുക. ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഡാഷ്, പിന്നെ ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഇൻട്രസ്റ്റ് ഇൻ എക്സ്പ്ലോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് വിത്തിൻ ദ മെൻ്റൽ ഹെൽത്ത് ഫീൽഡ് അറ്റ് യുവർ ഓർഗനൈസേഷൻ, ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ മെഡിക്കൽ സർജിക്കൽ വാർഡ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ വാർഡുള്ള അത്. ഓക്കെ, വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ഡാഷ് അത് കഴിഞ്ഞിട്ട് ആൻഡ് എ സ്ട്രോങ് പാഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് അഡ്വക്കസി, ഐ ആം ഈഗർലി ടു ട്രാൻസിഷൻ മൈ സ്കിൽസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു യുവർ എസ്റ്റീംഡ് ടീം. ഇതാണ് എൻ്റെ ആദ്യത്തെ സെൻറ്റൻസ്. മറ്റേതിനകത്ത് നോർമലായിട്ട് ഇതൊക്കെയാണ്, മറ്റേതിനകത്ത് എഴുതിയിരിക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രിയാങ്ക അലക്സാണ്ടർ, ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഇതിനകത്ത് എൻ്റെ കവർ ലെറ്റർ ഉണ്ട്, ഇതിനകത്ത് എൻ്റെ അലോങ് വിത്ത് ദാറ്റ് റെസ്യൂം ഉണ്ട്. അത്ര ഞങ്ങൾ ആദ്യത്തെ ഒരു കവർ ലെറ്ററിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇത് മെൻ്റൽ ഹെൽത്ത് ആയപ്പോഴത്തേക്ക് ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ എഴുതുകയായിരുന്നു ചെയ്തത്. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഇൻട്രസ്റ്റ് ഇൻ എക്സ്പ്ലോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് വിത്തിൻ ദ മെൻ്റൽ ഹെൽത്ത് ഫീൽഡ് അറ്റ് യുവർ ഓർഗനൈസേഷൻ, ഫുൾ സ്റ്റോപ്പ്, വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ഡാഷ്, ഏതാ ഉള്ളത്, എ സ്ട്രോങ് പാഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് അഡ്വക്കസി, I am eager to transition my skill and contribute to your esteemed team. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഫോർ മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പൊസിഷന് വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് സെയിം അതേ സെൻറ്റൻസാണ്, കവർ ലെറ്ററിൻ്റെ സെൻറ്റൻസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഐ ആം കോമ്പിറ്റൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഫുൾ ടേം, ലൈക്ക് അങ്ങനെ ഫുൾ ടൈം രജിസ്റ്റർ നഴ്സ്, അവിടുന്ന് APC രജിസ്ട്രേഷൻ അത് തന്നെ എഴുതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് മാറ്റമുണ്ട്. മൂന്നാമത്തെ പാരഗ്രാഫാണ് driven by a deep commitment to mental health and well-being, I am particularly drawn to the opportunity to apply my clinical expertise in a mental health setting, full stop. അത് കഴിഞ്ഞിട്ട് I am eager to expand my knowledge in psychiatric nursing practices, therapeutic interventions, and patient-centered care methodologies, full stop. I firmly believe that my background in medical surgical ward, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗോ ഏതാ നിങ്ങളുടെ എക്സ്പീരിയൻസ് അത്, coupled with a genuine enthusiasm for mental health, position me well to make a meaningful contribution to your team. ഇതാണ് എൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫ്. ഇതിനകത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിലും ഞങ്ങൾ കുറച്ചും കൂടെ എൻ്റെ നോളേജ് എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു മൂന്നാമത്തെ പാരഗ്രാഫാണത്. അത് കഴിഞ്ഞിട്ട്
പിന്നെ വരുന്നതാണ് നാലാമത്തെ പാരഗ്രാഫ് കമ്മിറ്റഡ് ടു ഹെൽപ്പിംഗ് പേഷ്യൻസ് ഇൻ മാനേജിങ് പെയിൻ ഇഞ്ചുറീസ് ആൻഡ് സ്കിൽഫുൾ ഇൻ മോണിറ്ററിങ് റിസൾട്ട്സ് ആൻഡ് ഇത് നമ്മൾ ഓൾറെഡി മുമ്പിലത്തെ കവർ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് തന്നെ എഴുതുക. കമ്മിറ്റഡ് ആ ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. കമ്മിറ്റഡ് തൊട്ട് മെഡിക്കേഷൻ സേഫ്റ്റി ആൻഡ് കെയർ ആ ഒരു പാരഗ്രാഫ് മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഐ ഹാവ് പെർസ്യൂഡ് എ ബാച്ചിലർ നഴ്സിംഗ് ആണ്. APC ഉണ്ട്, പിന്നെ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്കിംഗ് ടു ഒബ്റ്റൈൻ എ പൊസിഷൻ എൻഷുറിങ് പേഷ്യൻറ്റ് ക്വാളിറ്റി പേഷ്യൻറ്റ് കെയർ അതൊക്കെ നമ്മൾ എഴുതുക. പിന്നെ ഒന്നുമില്ല, അത് തന്നെ ലാസ്റ്റ് വരെ ഉള്ളത് ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചേഞ്ച് ചെയ്തിരിക്കുന്ന എന്നാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സർ ഓർ മാഡം കഴിഞ്ഞിട്ട് താഴെ ഒരു പാരഗ്രാഫിനകത്ത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെങ്കിലും ഞാൻ അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൂന്നാമത്തെ പാരഗ്രാഫാണ് ചേഞ്ച് ആക്കിയിരിക്കുന്നത്. സോ ഇത് രണ്ടെണ്ണം എൻ്റെ കവർ ലെറ്ററാണ്. ഒന്നാമത്തെ കവർ ലെറ്റർ നമ്മൾ ഓൾറെഡി ചെയ്തു കെയർ ഹോമിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെയാണ് മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ കവർ ലെറ്ററിനാണ് എനിക്ക് ഒന്നും കൂടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ആയത്. സോ നിങ്ങൾ ചെയ്യുമ്പം എന്താണെങ്കിലും കവർ ലെറ്റർ കാണുമ്പോൾ അവർക്ക് നമ്മളെ പറ്റി നല്ലൊരു ഇമ്പ്രഷൻ വരണം. അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ റെസ്യൂമൊക്കെ നോക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെ ബൂസ്റ്റ് ആക്കുകയാണ്. സോ അപ്പോൾ നമ്മളത് കവർ ലെറ്റർ ഏറ്റവും നല്ല പോലെ ചെയ്തിരിക്കണം, നല്ല ഇമ്പ്രഷൻ ആയിരിക്കണം. പിന്നെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യാതെ നല്ല പോലെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല കട്ടിക്കുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. ഒന്ന് നോർമലായിട്ടുള്ള ഏജ്ഡ് കെയറിന് വേണ്ടിയിട്ടും ഇനി ഒരെണ്ണം മെൻ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആയിട്ട്. സോ ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ നോർമലായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നതിൽ ഒരു ചേഞ്ചസ് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് APC ഹോൾഡർ അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ വേർഡ്സ് മാത്രം ചേഞ്ച് ആക്കിയിട്ടുള്ളൂ. ആദ്യത്തേത് സെയിം അത് തന്നെ, ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഐ സിൻസിയർലി എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് in exploring opportunity as a registered nurse position at your organization with my background in dash എഴുതിയിട്ട് അത് തന്നെ സെയിം ഒന്നുമില്ല. അതിനകത്ത് നെക്സ്റ്റ് പാരഗ്രാഫിൽ APC ഹോൾഡറാണ്. അത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ചില വേർഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഏതാന്ന് പറഞ്ഞാൽ ഒന്ന് ഫുൾ ടൈം രജിസ്റ്റേർഡ് നേഴ്സ് വിത്ത് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അത് കുറച്ച് ബോൾഡ് വേർഡ്സിൽ ഹൈലൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് APC ഹോൾഡർ അതും കൂടെ കുറച്ച് ബോൾഡ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാച്ചിലർ ഓഫ് സയൻസ് ആണോ ജനറൽ സയൻസ് ആണോ അതൊന്ന് മെൻഷൻ ചെയ്യുക. ക്യാപ്പ് ചെയ്തു അതൊക്കെ പറയുക. മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇതിനകത്ത് കൂടുതലായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുക, നല്ല കട്ടിയുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. കവർ ലെറ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി അടുത്ത വീഡിയോ ഞാൻ റെസ്യൂമായിട്ട് വരുന്നതായിരിക്കും, റെസ്യൂമിൻ്റെ പറ്റി ഞാൻ എങ്ങനെ ചെയ്തതെന്ന്. അപ്പം റെസ്യൂമിൻ്റെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റെസ്യൂം എപ്പോഴും ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടിരിക്കുക. ആകുവാണെങ്കിൽ ഒറ്റ പേജിൽ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഓക്കെ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒറ്റ പേജിൽ കംപ്ലീറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാണ്, ഐ അഗ്രി. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 2 പേജസിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് നല്ലപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കണം. നല്ല ഒരു കാണുമ്പോൾ തന്നെ ഒരുപാട് വലിച്ചു വാരി എഴുതാതെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ മാരീഡ് ആണോ അല്ലയോ അതൊക്കെ എഴുതാൻ പാടില്ല. സിമ്പിൾ സ്വീറ്റ് ക്യൂട്ടായിട്ടിരിക്കുന്ന റെസ്യൂം ആയിരിക്കണം. സോ റെസ്യൂമിനെ പറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കവർ ലെറ്ററൊക്കെ കണ്ടു, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും
ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ആകുന്നത്രയും പെട്ടെന്ന് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ടെൻഷനൊന്നും വേണ്ട. ന്യൂസിലാൻഡിൽ ഇപ്പം ശരിയാണ്, ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 100-ൽ 1 പീപ്പിൾ, 1000-ൽ 1 പീപ്പിൾ അങ്ങനെ കിട്ടുന്നുള്ളൂ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ശരിയാണ്. പക്ഷേ ഹോപ്പ് വിടാതിരിക്കുക. ഈ ഫ്രീസിങ് എന്ന് പറയുന്നത് കുറേ ദിവസം അധിക സമയമൊന്നും അവർ ഫ്രീസാക്കി വെക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് റിലീസാക്കും. ഫോർ എക്സാമ്പിൾ അയർലാൻഡിൽ ഇതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. അയർലാൻഡിൽ ഇഷ്ടംപോലെ ആൾക്കാരെ എടുക്കാണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ജൂലൈ 1 തോന്നുന്നു, ഐ തിങ്ക്, ഒരു സുപ്രഭാതത്തിൽ അത് അവർ ഫ്രീസ് മാറ്റിക്കളഞ്ഞു, ഒറ്റ ദിവസത്തിൽ മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ വേക്കൻസീസ് വരും. അതുപോലെയാണ്, എപ്പോൾ വേണമെങ്കിലും ഫ്രീസിങ് മാറ്റാം. മേ ബി 1 വീക്ക് കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ 1 മന്ത്, ഇല്ലെങ്കിൽ 1 ഇയർ ആയിരിക്കും. മേ ബി അത്രയും സമയം എടുക്കുമായിരിക്കും. പിന്നെ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സും അതുപോലെ തന്നെയാണ്, കുറച്ച് ഡിലേ ആണ്. അപ്പം ഇവിടെ തീരെ പറ്റുന്നില്ല, കിട്ടുന്നില്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യാം. ഓസ്ട്രേലിയയിലും ഇപ്പം ചെറുതായിട്ട് പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ നന്നായിട്ട് സീക്കിൽ, പിന്നെ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ട്, അതിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ കൂടെ പഠിച്ച് ഇറങ്ങിയ പിള്ളേർ പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ ഏകദേശം ഓസ്ട്രേലിയയുടെയൊക്കെ ഏകദേശം ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങളാരും ഹോപ്പൊന്നും കളയാതിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ന്യൂസിലാൻഡ് പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റിലും പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ആക്കുക. അപ്പോൾ പോസിറ്റീവേ ആവുള്ളൂ, നെഗറ്റീവ് തിങ്ക് ചെയ്യണ്ട. ഞാനിവിടെ വന്നപ്പോഴും ഞാൻ ജസ്റ്റ് ഒരു 5 ഇയർ എക്സ്പീരിയൻസും പിടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ബിക്കോസ് എൻ്റെ മുമ്പിൽ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ കൺസിഡർ ചെയ്തിട്ട് എന്നെ എടുക്കുള്ളൂ. ലൈക്ക് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഫുൾ നെഗറ്റീവായിരുന്നു. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നന്നായിട്ട് ഫുൾ പോസിറ്റീവ്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടും, അങ്ങനെ ഒരു നല്ല ഉഷാറ്, നല്ല പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ചുറ്റിലും ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ പോസിറ്റീവേ നടക്കുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, ഓക്കെ ഫൈൻ, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക്. അപ്പോൾ കിട്ടും. ഇവിടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അത്രയുള്ള. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. RN എക്സാം, NCLEX എക്സാം, കുറേ എക്സാംസ് ഉണ്ട്, ഒരുപാട് ഹേർഡിൽസ് ഉണ്ട് പാസ് ചെയ്യണമെങ്കിൽ. പക്ഷെ അത് നമുക്ക് ടഫാണ്. പക്ഷേ ഈ ഒരു വേ ഒരുപാട് നല്ലതാണ്. ന്യൂസിലാൻഡിൽ വരിക, ന്യൂസിലാൻഡിൽ APC എടുക്കുക, അന്നത്തെ ദിവസം തന്നെ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഓസ്ട്രേലിയയുടെയും കൂടെ രജിസ്ട്രേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓസ്ട്രേലിയയിലോട്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ. നമുക്ക് ഈ റൂട്ടിലാണെങ്കിൽ ഓസ്ട്രേലിയയുടെ കൂടെ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടി, എനിക്ക് ന്യൂസിലാൻഡ് തന്നെ മതിയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി കഴിയുവാണെങ്കിൽ അവിടെ ചെയ്തിട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ APC ആവട്ടെ, അഫ്ര ആയെങ്കിലും FPC ആണെങ്കിലും എക്സ്പയർ ആവത്തില്ല. അത് ഇയർലി നിങ്ങൾ നമ്മളത് റിന്യൂവൽ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഡോണ്ട് ഡിസപ്പോയിൻറ്റ് യുവർ സെൽഫ്, കീപ് ഹോപ്പ്. പിന്നെ നല്ലപോലെ പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ചുറ്റിലും, നിങ്ങളുടെ കൊലീഗാണെങ്കിലും അവർക്കാണെങ്കിലും നല്ലപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ അപേക്ഷ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ മെയിൽ അഡ്രസ്സ് ഞാൻ അയച്ചു തരാം, എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തോട്ട് ഇട്ടാലും മതി, കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഞാൻ അയച്ചിട്ടേക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ബി പോസിറ്റീവ്. ഓക്കെ, സോ താങ്ക് യു. മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ അതിനകത്തോട്ട് ഇട്ടാലും മതി, കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഞാൻ അയച്ചിട്ടേക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ബി പോസിറ്റീവ്. ഓക്കെ, സോ താങ്ക് യു. മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ എല്ലാ നഴ്സുമാരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും അവരുടേതായ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ദൈവം ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്തെങ്കിലും വഴി കാണിക്കും. സോ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും നല്ലപോലെ സന്തോഷത്തോടെ ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. സോ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് ഏതൊക്കെയാണ് എന്നാണ്. ആദ്യത്തേത് ഞാൻ സീക്ക്, ലിങ്ക്ഡിൻ, പിന്നെ ഗ്ലാസ് ഡോർ, പിന്നെ പിന്നെ അങ്ങനത്തെ 3 മെയിനായിട്ട് ന്യൂസിലാൻഡിൽ 3 ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ഒരുപാട് ഇടുന്നുണ്ടായിരുന്നു. സീക്കിലാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന എല്ലാം വരുന്നുണ്ട്, കിട്ടുന്ന എല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് കംഫർട്ട് എന്ന് തോന്നിയത് ഗ്ലാസ് ഡോർ ന്യൂസിലാൻഡ് NZ. ഗ്ലാസ് ഡോർ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ മറ്റേ പ്ലേ സ്റ്റോറിൽ പോയാലും കിട്ടും, പിന്നെ ഗൂഗിളിനകത്തും കിട്ടും. സോ ഗ്ലാസ് ഡോറിൽ നിന്നാണ് എനിക്ക് DHBയിലെ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു വന്നത്. അപ്പോൾ അതിനകത്തോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. സോ ഗ്ലാസ് ഡോറിൽ നിന്നാണ് കൂടുതൽ ഞാൻ ഹാപ്പി ആയിരുന്നത് ആ വെബ്സൈറ്റിൽ ജോബ് സീക്ക് ചെയ്യുമ്പോൾ. സോ ഞാൻ പറയുന്നതും ഗ്ലാസ് ഡോർ നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് നോട്ടിഫിക്കേഷനും കാണും. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിയുമ്പം DHBയുടെ ഓപ്പണിങ്ങും ഹോസ്പിറ്റലിൻ്റെ ഓപ്പണിങ്ങും കെയർ ഹോമിൻ്റെ എല്ലാം അതിനകത്ത് വരും. സോ സീക്കിനെക്കാളും എനിക്ക് കുറച്ചും കൂടെ ഹാപ്പിയാന്ന് തോന്നിയത് ഗ്ലാസ് ഡോർ ആയിരുന്നു. പിന്നെ അപ്ലൈ ചെയ്യുമ്പം പാർട്ട് ടൈം ആണോ, ഫുൾ ടൈം ആണോ, പെർമനൻ്റ് ആണോ, കോൺട്രാക്റ്റ് ആണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. സോ എൻ്റെ അഭിപ്രായം പ്രകാരം പെർമനൻ്റായിട്ടിരിക്കുന്നതും പിന്നെ ഫുൾ ടൈം, പിന്നെ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം പെർമനൻറ്റ് ഒന്ന് ഓക്കെ പൊസിഷൻ, പിന്നെ ഫുൾ ടൈം പെർമനൻറ്റ് പൊസിഷൻ, പിന്നെ ഉണ്ട് പാർട്ട് ടൈം കോൺട്രാക്റ്റ് എന്നും ഉണ്ട്. പക്ഷെ അതിൻ്റെ എനിക്ക് കൃത്യം ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പാർട്ട് ടൈം പെർമനൻറ്റ് ഇടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം പക്ഷേ പാർട്ട് ടൈം പെർമനൻ്റ് ആണ് പൊതുവേ എടുക്കുന്നത്. പാർട്ട് ടൈം പെർമനൻറ്റും പിന്നെ ഫുൾ ടൈം പെർമനൻ്റ് ആണ് നമ്മൾ നേഴ്സുമാർക്ക് നമ്മുടെ വിസയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും പെർമനൻ്റ് ആണെങ്കിലും മതി. പിന്നെ നേഴ്സുമാർക്ക് ഫോർട്ട്നൈറ്റ്ലി 64 hours കംപ്ലീറ്റ് ആവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 64 hours ഓഫർ ചെയ്യുന്ന ഏത് ജോബ് പൊസിഷന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വിസയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആദ്യമേ കോൾ വരുവാണെങ്കിലോ ഇല്ലെങ്കിൽ ഫോൺ കോൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഞങ്ങളുടെ വിസയ്ക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കണം. ചിലവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ലൈക്ക് ഫോൺ ഇൻ്റർവ്യൂ എല്ലാം കഴിയുമ്പോൾ പിന്നെ ആയിരിക്കും അവർ പറയുന്നത് നിങ്ങളുടെ വിസയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. വർക്ക് വിസ വേണം, പെർമനൻറ്റ് റെസിഡൻസി ആയിരിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കും. സോ ആദ്യമേ കോൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ചോദിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ക്യാപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ്, APC കിട്ടിയിട്ടുണ്ട്, APCക്ക് ഇല്ലെങ്കിൽ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വിസയ്ക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങൾ അടുത്ത പ്രൊസീഡ് ചെയ്യാനാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾ 60 പെർമനൻറ്റ് പാർട്ട് ടൈമും പെർമനൻറ്റ് ഫുൾ ടൈമിനും അപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിന് നമ്മൾ ഇടാൻ പറ്റും. സോ ദാറ്റ് അവർ നമ്മുടെ വിസയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ബി പോസിറ്റീവ്. ഓക്കെ, സോ താങ്ക് യു. മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാ നഴ്സുമാരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും അവരുടേതായ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ദൈവം ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്തെങ്കിലും വഴി കാണിക്കും. സോ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും നല്ലപോലെ സന്തോഷത്തോടെ ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.